NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ വാർത്താ സമ്മേളനം. അതിൽ NSS SNDP ഐക്യത്തെക്കുറിച്ച്, അതോടൊപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് എടുക്കുന്ന ആത്മഹത്യാപരമായ നിലപാടിനെക്കുറിച്ച്, CV ആനന്ദബോസ് പറഞ്ഞതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി തന്നെ NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് SIT അന്വേഷണം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ശബരിമലയ്ക്കായി ഇവിടെ സംസാരിക്കാനുണ്ടായിരുന്ന LDF സർക്കാർ മാത്രമാണ്. ശബരിമലയ്ക്ക് അല്ലെങ്കിൽ ഹൈന്ദവർക്ക് വേണ്ടി നിലകൊണ്ടു എന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ ശബരിമലയ്ക്കായി എന്ത് ചെയ്തു, ഹൈന്ദവ സമുദായത്തിനായി എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം കൂടി ഇപ്പോൾ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ചോദിക്കുകയും ചെയ്തു. എന്ത് ചോദ്യത്തിനും മറുപടി പറയാനാണ് താൻ തയ്യാറായി വന്നതെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുകയും ചെയ്തത്. വാർത്താ സമ്മേളനം ഇപ്പോഴും തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശബരിമലയ്ക്കായി കാര്യങ്ങൾ ചെയ്യുന്നത്, ശബരിമലയെ സംരക്ഷിക്കാൻ LDF സർക്കാരുണ്ട് എന്ന് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചാൽ അതിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചതെന്നും ജി സുകുമാരൻ നായർ പറയുകയും. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നല്ല സൗഹാർദ്ദമാണ് ഉള്ളത്. ആശുപത്രിയിൽ കിടന്നപ്പോൾ അദ്ദേഹം കാണാൻ വന്നത് അടക്കമുള്ള കാര്യങ്ങളോടുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. പക്ഷേ വളരെ കൃത്യമായി തന്നെ കേരളത്തിൽ NSSും SNDPയും തമ്മിലുള്ള ഒരു ഐക്യം കാലഘട്ടത്തിൻ്റെ അനിവാര്യമാണെന്നാണ് അദ്ദേഹം പറയുകയും ചെയ്തത്. നേരത്തെ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും അതുതന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഷമി പ്രഭാകർ കൂടി ചേരുന്നു. രണ്ട് നേതാക്കളുടെയും സാമുദായിക നേതാക്കളുടെ വാർത്താ സമ്മേളനത്തിൻ്റെ വിശദവിവരങ്ങളുമായി ഇപ്പോൾ ഷമി പ്രഭാകർ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുക. ഷമി, നിലവിൽ SNDP ജനറൽ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ NSS ജനറൽ സെക്രട്ടറിയും പറഞ്ഞത് ഒരേ കാര്യമാണ്, കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് NSSൻ്റെയും SNDPയുടെയും ഐക്യമെന്നുള്ളത്. രണ്ട് പ്രബല സമുദായങ്ങൾ തമ്മിൽ ചേരുന്നതിൽ എന്താണ് തെറ്റ്? കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്ന ആത്മഹത്യാപരമായ നിലപാട്, വർഗീയതയോട് സന്ധി ചെയ്യുന്നതാണ് കോൺഗ്രസിൻ്റെ നിലപാട്. അതിന് കൃത്യമായ തിരിച്ചടി തന്നെ കിട്ടുകയും ചെയ്യും. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞൊരു കാര്യം, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം. അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചത് രമേശ് ചെന്നിത്തല, VD സതീശൻ, KC വേണുഗോപാൽ ഇവരിൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യരായവരല്ല എന്ന് ചോദിക്കുമ്പോൾ അതിൽ ഇവരാരും യോഗ്യരല്ല, അടുത്ത തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കാണാമെന്നാണ് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറയുകയും ചെയ്തത്. എന്തൊക്കെയായിരുന്നു ഈ രണ്ട് നേതാക്കളുടെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത്? സിജു, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കേരളത്തിലെ ഏറ്റവും വലിയ രണ്ട് സമുദായ സംഘടനകൾ എത്രമാത്രം വൃണിത ഹൃദയരാണ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇപ്പോൾ ജി സുകുമാരൻ നായർ എത്രയോ കാലത്തിന് ശേഷമാണ് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നത്. പക്ഷേ അദ്ദേഹം 1 മണിക്കൂറോളം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇരുന്ന് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. കേരളത്തിലെ എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ രാവിലെ SNDP യോഗം ജനറൽ സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ടിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം SNDP യോഗം ജനറൽ സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ടു. ഇന്ന് പക്ഷേ രാവിലെ SNDP യോഗം ജനറൽ സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ടതിൻ്റെ തുടർച്ചയായി തന്നെ NSSൻ്റെ ജനറൽ സെക്രട്ടറി മാധ്യമങ്ങളെ കാണുകയാണ്. കേരളത്തിലെ രണ്ട് സമുദായ സംഘടനകൾ, നമുക്കറിയാം, മതേതരപക്ഷത്ത് എല്ലാ കാലത്തും ഉറച്ചു നിൽക്കുകയും അത്തരം നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള രണ്ട് സംഘടനകളാണ് NSSും അതുപോലെ തന്നെ SNDPയും. അവരെ സംബന്ധിച്ചിപ്പോൾ പല കാര്യങ്ങളും തുറന്നു പറയേണ്ടി വരുന്നു. കേരളത്തിൻ്റെ ഒരു സാമുദായിക അന്തരീക്ഷത്തെ എത്രമാത്രം UDFും കോൺഗ്രസും ദുർബലപ്പെടുത്തുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ ഒരു ഉദാഹരണമായി ഈ രണ്ട് സമുദായ നേതാക്കളുടെയും വാർത്താ സമ്മേളനങ്ങളെ നമുക്ക് കാണേണ്ടി വരും. ഹിന്ദു സമുദായത്തിൻ്റെ ഐക്യം വേണ്ടിവരുന്നു എന്ന് പറയേണ്ടെന്ന തലത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത് ആര് എന്ന വലിയ ചോദ്യമാണ് ഉയരുന്നത്. അത് UDF ആണ്, കോൺഗ്രസ് ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മുസ്ലിം ലീഗ്, നമുക്കറിയാം, മുസ്ലിം ലീഗ് എത്രയോ കാലം കേരളത്തെ രാഷ്ട്രീയത്തിൽ നിർണായകമായ പങ്ക് വഹിച്ച് നിൽക്കുന്ന ഒരു സമുദായ സംഘടനയാണ്. പക്ഷേ അന്നൊന്നും ഇല്ലാത്ത തരത്തിലേക്ക് മറ്റ് സമുദായങ്ങളെ ഇവർ വ്രണപ്പെടുത്തി എന്നുള്ളതാണ്. പിന്നീട് ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള കോൺഗ്രസിൻ്റെ ബന്ധം, അതിന് പ്രതിപക്ഷ നേതാവ് നൽകുന്ന ഒരു വ്യാഖ്യാനം, പഴയ ജമാഅത്ത് ഇസ്ലാമി അല്ല, ഇപ്പോൾ പുണ്യപ്പെട്ട അല്ലെങ്കിൽ പഴയ വർഗീയ നിലപാടിൽ നിന്ന് മാറിപ്പോയ ഒരു ജമാഅത്ത് ഇസ്ലാമിയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ പറയുകയാണ്. അതിൻ്റെ മുസ്ലിം ലീഗും ജമാഅത്ത് ഇസ്ലാമിയും ഒപ്പം കൈകോർത്ത് നിന്നുകൊണ്ട് UDFനെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും NSSനും അതുപോലെ തന്നെ SNDPക്കും ഒരു ഭയം, ആശങ്ക ഉണ്ടാകുന്നതിൽ തർക്കമില്ല. ആ ആശങ്കയാണ് ഇന്ന് NSSൻ്റെ ജനറൽ സെക്രട്ടറി വളരെ കൃത്യമായി തന്നെ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്ക് പ്രത്യേകമായി എടുത്തു പറയേണ്ടതുണ്ട്. അതായത് ഈ ഹിന്ദു സമുദായത്തിൻ്റെ ഐക്യം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് എന്ന് പറയുമ്പോൾ എവിടെയൊക്കെ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ UDFുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം.
പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച്, രാഷ്ട്രീയമായ കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം അധികമായി ഒന്നും പറഞ്ഞില്ല എങ്കിൽ പോലും ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാർ എടുത്ത നിലപാടിനെ പൂർണ്ണമായും അദ്ദേഹം അംഗീകരിക്കുകയാണ്. അതായത് കോടതിയുടെയും പോലീസിൻ്റെയും അന്വേഷണം ശരിയായ ദിശയിൽ പോകുന്നുണ്ട്. അതിൽ കുറ്റം ചെയ്തത് തന്ത്രിയാണെങ്കിലും മന്ത്രിയാണെങ്കിലും ശിക്ഷ അനുഭവിക്കണം എന്നുള്ളതാണ് പറയുന്നത്. തന്ത്രി എന്നാൽ ദൈവതുല്യനൊന്നുമല്ല. ആ കുടുംബത്തിന്, ഏത് താഴമൺ കുടുംബത്തിന് കിട്ടിയൊരു ഭാഗ്യമാണ് തന്ത്രി എന്ന പദവി. അത് പക്ഷേ ദുരുപയോഗം ചെയ്തു. അതുകൊണ്ട് കുറ്റം ചെയ്ത ആരായാലും ശിക്ഷിക്കപ്പെടണം എന്നൊരു നിലപാട് NSSന്റെ ജനറൽ സെക്രട്ടറി എടുക്കുകയാണ്. ഒപ്പം തന്നെ BJPക്കെതിരെയും അതിശക്തമായ നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുവർണാവസരം മുതലെടുക്കാൻ ഇറങ്ങിയ ആൾക്കാർ അന്ന് NSSന് ഒരു ഉറപ്പ് നൽകിയിരുന്നു. ആ ഉറപ്പ് എന്താണെന്ന് വെച്ചാൽ ശബരിമല സ്ത്രീ പ്രവേശനം നിയന്ത്രിക്കുന്ന തരത്തിൽ ഒരു നിയമനിർമ്മാണം പാർലമെന്റിൽ കൊണ്ടുവരാൻ അവർക്ക് കഴിയും, അവരത് ചെയ്യും എന്ന് വാഗ്ദാനം നൽകിയിരുന്നു. പക്ഷേ ആ നിയമനിർമ്മാണം എവിടെയെന്നാണ് NSSന്റെ ജനറൽ സെക്രട്ടറി ചോദിച്ചത്. അതായത് വിശ്വാസങ്ങളെ രാഷ്ട്രീയമായി മുതലെടുക്കാനുള്ള ശ്രമങ്ങളാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. പിന്നീട് പറഞ്ഞത് ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ BJPക്ക് കഴിയും എന്നവർ പറഞ്ഞിരുന്നു. പക്ഷേ എന്ത് വികസനം കൊണ്ടുവന്നു? ശബരി റെയിൽ അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം എടുത്തു ചോദിച്ചു. എവിടെയാണ് റെയിൽ എന്നാണ് NSSന്റെ ജനറൽ സെക്രട്ടറി ചോദിക്കുന്നത്. വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും വളരെ അടിസ്ഥാനപരമായി ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. വൈകാരികമായ ഒരു പ്രതികരണത്തിനും അദ്ദേഹം തയ്യാറായിട്ടില്ല. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് സുരേഷ് ഗോപിയെ സംബന്ധിച്ചാണ്. സുരേഷ് ഗോപി പിന്നീട് NSSന്റെ യോഗം, ബജറ്റ് യോഗം നടക്കുമ്പോൾ അതിൻ്റെ കതക് തുറന്ന് അകത്തേക്ക് കയറി വരികയാണ്. അപ്പോൾ ഇറങ്ങിപ്പോകാൻ താൻ ആവശ്യപ്പെട്ടു. ജനിച്ച് ഇതുവരെ പെരുന്നയിലേക്ക് വരാത്ത ഒരാളാണ് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ട് അവിടേക്ക് കടന്നു വന്നേ. അതിനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. പിന്നീട് VD സതീശനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. സമുദായ നേതാക്കളുടെ തിണ്ണം നിരങ്ങാത്ത ആളാണ് താൻ എന്ന് നിരന്തരമായി പറയുന്ന വ്യക്തിയാണ് VD സതീശൻ. അദ്ദേഹത്തിൻ്റെ വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നാണ് സുകുമാരൻ നായർ പറഞ്ഞത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തൻ്റെ വീട്ടിൽ വന്നിട്ട് സഹായം അഭ്യർത്ഥിച്ച ആളാണ് VD സതീശൻ. 1.5 മണിക്കൂറോളം അവിടെ ഇരുന്നു. അപ്പോൾ തന്നെ ഞാൻ NSSന്റെ പരവൂരെ ഘടകങ്ങളുമായി ബന്ധപ്പെട്ട് VD സതീശന് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു എന്ന് പറയുന്നത് NSSന്റെ ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ NSSന്റെ സഹായം തേടുന്നു. അതേസമയം തന്നെ സിനഡ് മീറ്റിംഗ് നടക്കുമ്പോൾ അവിടേക്ക് എത്തിയിട്ട് ഔദ്യോഗിക ചിഹ്നങ്ങളുള്ള കാറെല്ലാം മാറ്റി വേറൊരു കാറിൽ അവിടെ എത്തി അവിടെ പിതാക്കന്മാരുമായി ചർച്ച നടത്തുന്നു. എന്നിട്ട് പറയുകയാണ് താൻ ആരുടെയും തിണ്ണം നിരങ്ങുന്ന ആളല്ല, വർഗീയതയ്ക്കെതിരെ ഭയങ്കരമായ നിലപാട് സ്വീകരിക്കുന്ന ആളാണ് എന്നൊക്കെയാണ് പറയുന്നത്. വളരെ കൃത്യമായിട്ട് VD സതീശനെ എക്സ്പോസ് ചെയ്യാൻ. ശരി ഷമി, ഏതായാലും വളരെ ദീർഘമായ 1 മണിക്കൂറിലേറെ നീണ്ട ഒരു വാർത്താ സമ്മേളനമാണ്. ഒരുപക്ഷെ അദ്ദേഹം എന്ത് ചോദ്യത്തിനും മറുപടി പറയാൻ തയ്യാറായി തന്നെയാണ്. അദ്ദേഹം മാധ്യമങ്ങളോട് തന്നെ പറയുകയും ചെയ്തു. നിങ്ങൾ ചോദിച്ചു ഏത് ചോദ്യത്തിന് ഞാൻ മറുപടി പറയാമെന്ന് പറയുകയും ചെയ്തു. പക്ഷേ കേരളത്തിലെ നിലവിൽ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ ചർച്ച ചെയ്യുന്ന എല്ലാ വിഷയങ്ങളും, കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും വളരെ കൃത്യമായി തന്നെ അദ്ദേഹം മറുപടി പറയുകയും ചെയ്തു.